ഇത് സാബു ജേക്കബ് അല്ല ആര് വിചാരിച്ചാലും ഇതൊന്നും നിർത്താൻ കഴിയില്ല. കാരണം BJPയുടെ അജണ്ട അതാണ്. ഇന്നിപ്പോഴേ ശശി തരൂർ കോഴിക്കോട് പറഞ്ഞിരിക്കുന്നത് ഈ അദ്ദേഹത്തെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് വന്ന വാക്കുകൾ ചിലത് ശരിയാണ്, ചിലത് തെറ്റാണ്. തനിക്ക് പറയാനുള്ളത് നേതൃത്വത്തോട് പറയും എന്നാണ്. അതായത് മഹാപഞ്ചായത്തിൽ തരൂരിനെ അവഗണിച്ചു എന്ന് പറയുന്നത്. അല്ല, അദ്ദേഹം പറയട്ടെ, ചിലത് ശരിയാണ് ചിലത് ശരിയാണെന്ന് പറയട്ടെ. അദ്ദേഹത്തിന് അതൃപ്തി ഇല്ലെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായല്ലോ. അദ്ദേഹം പാർട്ടിയുടെ പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരാളല്ല. അത് ഇന്നലെ വരാതിരുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. നേതാവിനെ സംബന്ധിച്ച് പാർട്ടിയല്ലേ? അല്ല, അത് അദ്ദേഹം രാഷ്ട്രീയ നേതാവുമാണ് അല്ല. ഇപ്പൊ അങ്ങായിരുന്നെങ്കിൽ അത് ഞാൻ പാർട്ടിയുടെ നിർണായക ചർച്ചയിൽ നിന്ന് എന്നെ പോലെ അല്ലല്ലോ ശശി തരൂർ. ശശി തരൂർ ഒരു എഴുത്തുകാരനാണ്, ഗ്രന്ഥകാരനാണ്, അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം 100% പാർട്ടിക്കാരനല്ലോ എപ്പോഴും. അദ്ദേഹം അതിനേക്കാൾ ഉപരിയായിട്ട് എഴുത്തും അതോടൊപ്പം തന്നെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ രാജ്യവ്യാപകമായും രാജ്യത്തിന് പുറത്ത് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഞങ്ങളൊക്കെയാണ് പൂർണ്ണ സമയം പാർട്ടിക്കാരാണ്. അതുകൊണ്ട് നമുക്ക് പാർട്ടി പരിപാടികൾക്കാണ് പ്രാധാന്യം. അദ്ദേഹത്തിന് അങ്ങനെ അല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ എത്ര വിചാരിച്ചാലും ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ഓടിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഒരു പരാമർശം നടത്തിയത് ഈ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇവിടെ ഇതാണ് പലരും ശ്രമിക്കുന്നത്, പലരും പറയുന്നത്. പക്ഷേ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് BJP ഗവൺമെൻറ്റാണ്, BJP-യാണ്. ഇന്നിപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു വൈദികനെ ചാണകം തിരിച്ചിരിക്കുന്നു ഒറീസയിൽ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഏറ്റവും വലിയ പീഡനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇത് സാബു ജേക്കബ് അല്ല ആര് വിചാരിച്ചാലും ഇതൊന്നും നിർത്താൻ കഴിയില്ല. കാരണം BJPയുടെ അജണ്ട അതാണ്. ആ അജണ്ടയ്ക്കനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വെറും ചിന്തകൾ മാത്രമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. മതന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി അകറ്റിക്കൊണ്ടുള്ള ക്യാബിനറ്റിൽ പോലും ഒരാളെ വെക്കാത്ത ഒരു ഗവൺമെൻറ്റാണിത്. അവിടെ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് പറയാം. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കേരള നേതാക്കൾ കൈകാര്യം ചെയ്ത രീതിയിൽ അതൃപ്തി ഉണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. ഗാന്ധിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴച്ചു, അനാവശ്യമായി വലിച്ചിഴച്ചു. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോയെന്ന ഒരു അതൃപ്തി രാഹുൽ ഗാന്ധിക്ക് ഉണ്ട് എന്നാണ്. ഒരു അതൃപ്തിയും ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ആരോ ബോധപൂർവം ചില കേന്ദ്രങ്ങൾ പടച്ചു വിടുന്ന വാർത്തകളാണ്. ഒരു കാര്യവുമില്ല. എന്നിട്ട് ആ വാർത്തകൾ കൊടുക്കുന്ന ആൾ തന്നെ നമ്മളോട് ചോദ്യം ചോദിക്കുക.